റഷീദാണ് അറിയട്ടെ. കൊയിലാണ്ടിയിൽ നിന്ന്. സ്ത്രീകൾ ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമ്മളൊന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജില് വർഷങ്ങളായി ഈ ഒരു രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ മാത്രമല്ല, അതിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു, രക്ഷിതാക്കൾ പ്രതികരിക്കുന്നു. അതേപോലെ ഒരു കുട്ടിയുടെ മരണം വരെ ഇത് നിലനിന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്ത സങ്കടം തോന്നുക. എത്ര മക്കളാണ് അവിടെ പീഡിപ്പിക്കപ്പെട്ടത്. കാരണം അവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. 6 മാസം ഒരു സെം പരീക്ഷ നഷ്ടപ്പെടുത്തിക്കൂടാ, അതല്ലെങ്കിൽ രണ്ടാമത്തെ സെം നഷ്ടപ്പെടുത്തിക്കൂടാ. ഇയാൾ ഭീഷണി ഉയർത്തുന്നു. ഇയാൾ പറയുന്നതൊക്കെ കേട്ടിരിക്കണം വിദ്യാർത്ഥികൾ. അതിനെതിരായിട്ട് ആർക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു വോയിസ് ഇല്ലാത്തൊരു കോളേജ്, അതെല്ലാം നിസ്സഹായായി നോക്കി നിൽക്കുന്ന ഒരു സംഗീത എന്ന ഒരു അധ്യാപിക. ഈ നാട് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? ഇതെന്താണ് ഇങ്ങനെയൊക്കെ ആവുന്നത്? വിദ്യാർത്ഥികൾക്ക് പ്രതികരണ ശേഷി എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്? നേരത്തെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നു. അത് കാലങ്ങളോളം നീണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെ പോയി വിദ്യാർത്ഥികളുടെ പ്രതികരണ ശേഷിയൊക്കെ? പഠനമൊക്കെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ രീതിയിലാണോ നിങ്ങൾ എല്ലാറ്റിനും വശംവദയായി കൊണ്ട് തന്നെ വേണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ വിദ്യാർത്ഥികൾ എങ്ങനെ? കാരണം രക്ഷിതാക്കൾ ഇപ്പം പറഞ്ഞ ഒരു രക്ഷിതാവ് പറയുന്നത് കേട്ടില്ലേ, സാരമില്ല അത് പിന്നെ ബുദ്ധിമുട്ടണ്ട, നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ ഇങ്ങനെയുള്ള രീതി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് തെറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ അധ്യാപകന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക മാത്രമല്ല, യഥാർത്ഥത്തിൽ പണ്ട് നക്സലൈറ്റുകളൊക്കെ ചെയ്ത പോലെ അയാൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം. ജനമധ്യത്തിൽ നിന്നുകൊണ്ട് അയാൾ വിചാരണ ചെയ്യേണ്ട ഒരു കാലം അല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതെന്തൊരു അവസ്ഥയാണിത്? കാരണം അവർ പഠിക്കുന്ന ഡോക്ടർമാരായി വരേണ്ട നമ്മുടെ ഭാവി തലമുറക്കും ഭാവി ഒരു സമൂഹത്തിനും നന്മകൾ ചെയ്യാൻ വേണ്ടി വരേണ്ട ഒരു വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും ബുദ്ധിമുട്ടിക്കൊണ്ടും മരണത്തിലേക്ക് നയിച്ചുകൊണ്ടും എന്തൊരവസ്ഥയാണിത്? മാത്രമല്ല, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, കളറിന്റെ പേരിൽ എല്ലാം നിലയിലും പീഡിപ്പിക്കാൻ ഇയാൾ ആര്? അപ്പൊ ഇയാളെ നിയമത്തിൻ്റെ കൊണ്ടുവന്നിട്ട് ഇയാൾ രോഗിയാണെന്ന് ആദ്യം പരിശോധിക്കേണ്ട സമയമുണ്ട്. ആദ്യം ഇയാൾ രോഗിയാണോ, മാനസിക സൈക്കോ ആണോ ഇയാള് എന്നത് ആദ്യം പരിശോധിക്കണം. അതിനുശേഷം സൈക്കോ ആണെങ്കിലും അല്ലെങ്കിലും കുറ്റക്കാരനാണ്, തീർച്ചയായും ഈ കുറ്റക്കാരനാണ്. കാരണം ഇപ്പൊ ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ല പറയുന്നത്, വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, രക്ഷിതാക്കൾ പറയുന്നുണ്ട്, അവിടെയുള്ള മുഴുവൻ. ഇപ്പോൾ സംഗീത എന്ന സ്ത്രീയെ ഒരു വിചാരണ കോടതിയിൽ കൊണ്ടുവന്നാൽ അതിന്റെ സത്യങ്ങൾ മുഴുവനും അവരും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇയാളാണ് അതിന്റെ മുഖ്യപ്രതി. ആരും പറഞ്ഞ റാം എന്ന് പറഞ്ഞ അയാൾ ഏത് നാട്ടുകാരനാണ്? നമ്മുടെ കേരളക്കാരനല്ല എന്നാണല്ലോ കേൾക്കുന്നത്. അയാൾ കേരളക്കാരനല്ല ഞാൻ കേട്ടെടുത്തിലോളം. അയാൾ ഒരു കേരളീയനൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കേരളീയരുടെ മനസ്സൊക്കെ പണ്ട് ഈ ജാതി സമ്പ്രദായമൊക്കെ ഏത് കാലത്ത് നമ്മളുടെ മുമ്പ് എനിക്ക് 70 വയസ്സായി, അതിന്റെ എത്രയോ മുമ്പാണ് ആ സംവിധാനങ്ങളൊക്കെ കേരളത്തിന് എടുക്കപ്പെട്ടു പോയിട്ട്. അങ്ങനത്തെ ഒരു കേരളത്തിൽ ഇത്തരം ആളുകൾ, വൃത്തികെട്ട ആളുകൾ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്തിട്ട് ഒരു കോളേജ് നടത്തുന്ന ആരാണ് ഈ ശ്രേഷ്ഠ കോളേജിന്റെ ആള്? അവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അനിലാണ് കാസർഗോഡ് നിന്നും. ശ്രീ അനിൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഒന്നാമതായി ഈ വിഷയം ന്യൂസ് 18 ചർച്ച ചെയ്യാൻ എടുത്തത് തന്നെ ഏറ്റവും മാതൃകാപരമായ കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ വളരെ സങ്കടത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പൊതുവിൽ ഈ വിഷയം തന്നെയായിരുന്നു എല്ലാവരും അങ്ങും പറഞ്ഞതും. നമ്മൾ ഒരു വല്ലാത്ത ഉറങ്ങാൻ പോലും പറ്റിയില്ല ആ കുട്ടിയുടെ മുഖവും വീട്ടുകാരുടെ സങ്കടമൊക്കെ കണ്ടിട്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഒരു 10-15 വർഷം മുമ്പൊന്നും ഇത്രയൊന്നും സ്വാശ്രയ കോളേജുകളോ അവർക്ക് ഇത്രയൊന്നും അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ മുക്കിന് സ്വാശ്രയ കോളേജുകളും നമ്മുടെ ആ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷാകർത്താക്കൾ കുട്ടികളെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് ചേർക്കുകയും കുട്ടികൾ അവർക്കറിയില്ലല്ലോ ഇവിടെ നടക്കുന്ന ഇങ്ങനെയാണെന്നല്ല, അവര് നല്ല വിദ്യാഭ്യാസം പ്രതീക്ഷ അവിടെ എത്തുകയും അവിടുന്ന് ലഭിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളാണ് പിന്നീട് ഇങ്ങനെയുള്ള ആത്മഹത്യയിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഇത്തരം സ്വാശ്രയ കോളേജുകളിലെ ഉള്ളറകളിൽ എന്താ നടക്കുന്നതെന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിൽ വരണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. എങ്കിൽ മാത്രമേ ഇതൊക്കെ പുറത്തേക്ക് വരൂ. നമുക്ക് സ്കൂളുകളിലൊക്കെ പരിശോധന നടക്കുന്ന കൗൺസിലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ പലതും പറയുന്നുണ്ടല്ലോ ഇന്നറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നത് എല്ലാ സംഭവങ്ങളും നടന്ന ശേഷമാണെന്നുള്ളതാണ് ഒരു പ്രയാസം. അപ്പൊ ഇതിന് അഭിപ്രായം വളരെ വ്യക്തമാണ്.
നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഷിജു കുര്യത്ത് നമസ്കാരം, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ടൈം ഫോർ സ്വാമി വിവേകാനന്ദൻ ആൻഡ് ശ്രീനാരായണ ഗുരു ടു റീബോൺ എന്ന് ഷിജു കുര്യത്ത് പറയുന്നു. കേരളത്തിൽ അപ്പൂപ്പൻ തന്നെയല്ലേ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പ്രമോദ് നാണു ചോദിക്കുന്നു. ജയകുമാർ നമസ്കാരം, കേരളത്തിൽ ഇതും ഇതിനപ്പുറവും നടക്കും. ആൾക്കൂട്ട കൊലപാതകം, ദുരഭിമാന കൊലപാതകം, അനാചാര കൊലപാതകം എന്നിവ കൂടി വരുന്നു. അധ്യാപകരെ മാതൃപരമായി ശിക്ഷിക്കണം, ഇനി ഇങ്ങനെ ഉണ്ടാകരുതെന്ന് ഷീല പ്രസാദ് പറയുന്നു. കൃഷ്ണൻകുട്ടി പറയുന്നു, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന അവസ്ഥ തുടരുന്നു, കഷ്ടം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിജു കിരിയത്ത്, പിന്നീട് വീണ്ടും കൃഷ്ണൻകുട്ടി തന്നെയാണ്. പ്രമോദ് നാണു പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ എല്ലാം ശരിയാവും എന്ന് പറയുന്നു. അതിനിടെ പ്രമോദ് നാണു വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ, 40 കൊല്ലത്തോളം കമ്മ്യൂണിസ്റ്റ് ഭരിച്ച കേരളം എന്നൊക്കെ മോഹൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരിച്ച കേരളവും കോൺഗ്രസ് ഭരിച്ച കേരളവും തമ്മിൽ എന്താണ് ഇതിൽ എന്നറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ സർക്കാരിനെതിരെ എന്തായാലും അത്തരം ചില കമന്റുകൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.